ഇതിനകത്ത് ഒരു കിടിലൻ റോള്, അവന്റെ റോളാണ് എനിക്ക് ഇതിനകത്ത് പറ്റാൻ. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്, അതായത് റോം കോം എന്ന് പറയും. ഇന്നത്തെ ജെൻസി കിഡ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക്. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടപ്പോ ഉണ്ടല്ലോ പാട്ട് അങ്ങോട്ട് ബ്ലെൻഡായി ഇതൊക്കെ. മാങ്ക കൊച്ചി സിനിമ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കീർത്തി സുരേഷ് ഡയറക്ട് ചെയ്യുന്ന സിനിമയിലേക്കാണ്. കീർത്തീശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഡ്യൂഡ് എന്ന സിനിമയിലേക്കാണ്. അതെ, കീർത്തീശ്വരൻ മുമ്പ് ഏതായിരുന്നു? സൂര്യപോട്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ആദ്യത്തെ പടമാണ് ഇത്. പ്രദീപ് ആണ് ഇതിന്റെ നായകൻ. പ്രദീപ് രംഗനാഥന്റെ പുതിയ പടം പിന്നെ ഡ്യൂഡ്. അപ്പൊ പ്രദീപ് രംഗനാഥൻ ഹീറോ, മമിത ബൈജു ഹീറോയിൻ, ശരത് കുമാർ നല്ലൊരു റോളിൽ വന്നിട്ടുണ്ട്. ശരത് കുമാർ ഒരുപാട് നാൾക്ക് ശേഷം ഒരു കിഡിലം റോളാണ് ശരത് കുമാറിന്റെ. ഇതില് എടുത്തു പറയാനുള്ളത് ഹൃദു ഹാറൂൺ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ഉണ്ട്. പുള്ളി ഒരു പ്രൊഡ്യൂസറിന്റെ ഷിബു തമീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷനിൽ നിന്നുള്ള നമ്മളെ മലയാളി നടനും കൂടിയാണ്. ഈ ഇടയ്ക്കൊരു മേനെ പ്യാരിക്ക എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങി. പുള്ളി ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കിടിലം റോളാണ്. അതിനകത്ത് ഒരു കിടിലൻ റോള്, അവന്റെ റോളാണ് എനിക്ക് ഇതിനകത്ത് പറ്റാൻ. എന്തിനാണ് അവരെ കൊണ്ടുപോയി അതിനകത്ത് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തത്? ഞാനിവിടെ ആ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് സിനിമ ലിഫ്റ്റ് ആയത്. അല്ല, പക്ഷെ അത് ശരിയാണ്, അതൊക്കെ. പക്ഷെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, എന്തിനാണ് ആ ക്യാരക്ടർ? മമിത എന്തിനാണ് അവനെ പ്രേമിക്കുന്നത്? ഇവനൊക്കെ പ്രേമിച്ചത് എന്തിനാണ്? ആ ക്യാരക്ടറിന് ഇവര് തമ്മിലുള്ളൊരു കഥ പറയുന്നില്ല, ഇവര് തമ്മിലുള്ളൊരു സാധനം കൊടുക്കുമായിരുന്നെങ്കിലേ ഇവര് തമ്മിൽ ഭയങ്കര, ഇവനെ നായകനെ വിട്ടിട്ട് ഒരാളെ പ്രേമിക്കണം ആണ് സംഭവം, ഒരു ബേസിക്. അപ്പോ അവര് തമ്മിലുള്ളൊരു നോർമൽ ലവ് സീന് മര്യാദയ്ക്ക് ആ ചങ്ങായി കീർത്തീശ്വരൻ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇവര് തമ്മിലൊരു സീൻ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ഇത് അവനൊരുമാതിരി ഒന്നിനും കൊള്ളാത്തൊരു ഒരുത്തനാക്കി കളഞ്ഞു. ഇതില് ഈ സിനിമ എനിക്ക് കണ്ടപ്പോ തോന്നിയത് അറിയോ? ആര്യ സിനിമ കണ്ടിട്ടുണ്ട്, അല്ലു അർജുന്റെ ആര്യ 2 കണ്ടിട്ടുണ്ട്. ആര്യ 3 ആര്യ എന്ന സിനിമയുടെ ഫ്രാഞ്ചൈസി വന്ന പോലെ എനിക്ക് തോന്നിയത്. സെയിം സാധനം, ഏകദേശം ആ ഒരു എന്താ പറയാ, ഇവന് ഓൾറെഡി സ്നേഹിക്കും, പിന്നെ ഇവൻ സ്നേഹിക്കും, ലാസ്റ്റ് വേറൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും, അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഇതിൽ കുറെ പൊളിറ്റിക്സ് ആയിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രോപ്പർ പോളിറ്റിക്സ് ഇതിനകത്ത്, അതായത് പിന്നെ ഇച്ചിരി ഹാർഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഇന്നത്തെ ജെൻസി കിഡ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഈ പൊളിറ്റിക്സ് പതുക്കെ ഇതിലൂടെ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയത്, അതായത് അതിനു വേണ്ടി മാത്രം എഴുതിയ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ആയി. എന്റർടൈനിങ് പടത്തില് ഇങ്ങനെ ഇതില് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ തമാശയില് ഇപ്പൊ പെണ്ണിന് താലിയല്ല, അതിന്റെ പുറകിലുള്ള ഫീലിങ്സ് ആണ്, പെണ്ണിന്റെ ഫീലിങ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ നമ്മളെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സായി, അതല്ല, മ്യൂസിക് ഡയറക്ടറുടെ ട്രോളിയിട്ട് അങ്ങോട്ട് ഭയങ്കര ട്രോളായിരുന്നല്ലോ. അല്ല, ഇതിൽ ഇറങ്ങിയ പാട്ടാണെങ്കിൽ തന്നെ കുറെ പേര് ട്രെൻഡിങ് ആണെങ്കിൽ പോലും ആ പാട്ടിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടപ്പോ ഉണ്ടല്ലോ പാട്ട് അങ്ങോട്ട് ബ്ലെൻഡായി. ഈ സിനിമ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് മ്യൂസിക് ആണ് ഇങ്ങനെ ഇതിനെ ബ്ലെൻഡ് ആക്കിയിട്ട് ആ ഇടയിൽ ആ പാട്ടിന്റെ ചെറിയ പോർഷൻ വരുമ്പോ നൈസായിട്ട് നമുക്ക് ആ പടം ഇറങ്ങിയപ്പോഴും ഈ പാട്ടിന്റെ ഈ ഫീൽ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഒന്ന് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രദീപ് രംഗനാഥന്റെ ഒരു ഷോൾഡറിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ചില സാധനങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ടാണ്, ചില സാധനങ്ങളൊക്കെ പുള്ളിയുടെ കുറച്ച് ഓവർ സാധനം തോന്നി. പിന്നെ ആ അമ്മയായിട്ടുള്ള ഒരു കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി, ക്യൂട്ടായിട്ട്. ഞാൻ പറഞ്ഞേ, ഈ പ്രദീപിന്റെ ഏകദേശം 90% പുള്ളി അഭിനയിക്കണ ഒരു മാനറസ് എന്ന് പറഞ്ഞാൽ ധനുഷാണ്. ധനുഷും ഉണ്ട്, ചെറിയ സിംബുയുടെ ചെറിയ കുറച്ച് ആക്ഷൻസും ഉണ്ട്. പക്കയായിട്ട് ധനുഷ് തന്നെയാണ്. എനിക്ക് കുറെ ആ ബാത്റൂമിൽ പോയി കരയണ സീനൊക്കെ ഉണ്ട്, അത് ധനുഷ്. അതൊക്കെ ഭയങ്കര എനിക്ക് വെറുത്ത് കിട്ടും അതൊക്കെ. അല്ല, ഞാൻ പറയാം, അല്ല അതിനകത്ത് അതൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ടിങ് ഒക്കെ ഉണ്ടല്ലോ. മൊത്തത്തില് ധനുഷിന്റെ അതേ കുറെ മാനറിസം ചെയ്യാൻ നോക്കുന്നുണ്ട് കുറെ, അതേപോലെ പല ഏരിയാസും ചെയ്യാൻ നോക്കുന്നുണ്ട്. അതോ ഇനി അവൻ ചെയ്യുന്നോണ്ട് അങ്ങനെ തോന്നുന്നതാണോ? അല്ലല്ല, ഇവരൊരേ ഒരേ പോലെ ഇരിക്കണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരേപോലെ ഇരിക്കണമെങ്കിൽ പോലും പല ആൾക്കും പല മാനേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ
അതേപോലെ ഒരു ഏകദേശം എന്തോ ഫോഴ്സലി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്തത് ഏതാ, കോമാളി. കോമാളി നല്ല പടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടിപൊളി സൂപ്പർ ഹിറ്റ് ആയതാണ് ഏതാ, ലവ് ടുഡേ. അതിനകത്തുള്ള ആക്ടിങ് ഓക്കെ. പിന്നെ ഈ കണ്ടിന്യൂസ് ഈ സാധനം തന്നെ ആക്ടിങ്ങിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല, അതേ മീറ്റർ പിടിച്ചിട്ടേ എല്ലാ സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു സാധനം തോന്നുന്നുണ്ട്. പക്ഷെ ഈ പടം ഈ മീറ്ററിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടുണ്ട്. ഇതില് മമിത ബൈജു മമിത ബൈജു നമ്മളെ മലയാളത്തിൽ വന്നൊരു നടി. ഇതിൽ നല്ല അത്യാവശ്യം അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല റോള് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, മമിത ബൈജു ഫസ്റ്റ് അഭിനയിച്ചതിൽ ഫസ്റ്റ് തമിഴിൽ ഇറങ്ങിയ പടം ഇതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം നമുക്കൊരു ദേഷ്യം തോന്നും, ആദ്യം ഒരു ഇഷ്ടം തോന്നും, പിന്നെ ഒരു ദേഷ്യം തോന്നും, പിന്നെ വീണ്ടും ഒരു ഇഷ്ടം തോന്നും. ആ ക്യാരക്ടറിനെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. അതായത് റോം കോം എന്ന് പറയും. അതുപോലെ സിനിമാറ്റോഗ്രാഫി എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കളർഫുൾ അല്ലേ സാധനം, കളർഫുൾ ആണ്. നല്ല കളർ ഗ്രേഡിങ്ങും ഒരു റിച്ച് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിഖിത് ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പടം എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര കളർഫുൾ സാധനമായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ ആദ്യത്തെ തുടക്കത്തിൽ ഒരു 10-15 നമുക്ക് ഇതെന്തുവാ ഈ കാണിക്കുന്നത്, എന്താ ഈ കഥ ഇങ്ങനെ തോന്നും. പക്ഷെ പടം കുറച്ച് കഴിഞ്ഞൊരു ശരത് കുമാർ പുള്ളിയുടെ ഗ്രിപ്പായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ഹാഫിലെ ആ കളർഫുൾ സെക്കൻഡ് ഹാഫിൽ എനിക്ക് എവിടേക്കോ മിസ്സിംഗ് ആയ പോലെ തോന്നി. സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സ് ഒക്കെ എനിക്ക് മിസ് ആയത് എന്താ പ്രോബ്ലം എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാല് ഈ കഥ ഒരുമാതിരി പിന്നെ ഹൈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കഥയായി പോയി. നമുക്കിങ്ങനെ എന്താണ് ഇത് എന്നുള്ളത് എനിക്ക് തോന്നി. പക്ഷെ ടോട്ടൽ എന്റർടൈൻ ആയിട്ട് കൊണ്ടുപോയത് കൊണ്ട് എന്തായാലും ഒരു പ്രാവശ്യം കാണാനുള്ള പടമുണ്ട്. കുറച്ച് കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇത് വൺ ടൈം വാച്ചബിൾ ആണ്. വൺ ടൈം വാച്ചബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഒരു വട്ടം കാണാം നമുക്ക്. ഒരു വട്ടം ചുമ്മാ പോയിരുന്ന ഒരു തമിഴ് പടം കാണുന്ന രീതിക്ക് ഇരുന്ന് കാണാം. ഒരു രസമുണ്ട്. ഭയങ്കര ബോർ പടം കോമഡി ഉണ്ടല്ലോ ഇതില്. കോമഡി ഇതേ വളരെ സീരിയസ് ആയി പോകേണ്ട സാധനം വരെ കോമഡിയിലാ പോണ. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു ഈ ബാക്ക് ലെയറിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്ന 1-2 കാര്യങ്ങൾ ഇപ്പൊ ചിലവർ പറയാം അത് പ്രോപ്പർ ആയിട്ട് പറയണം. ഇത് അങ്ങനെ പ്രോപ്പർ ആയിട്ട് പറയേണ്ട കാര്യമല്ല. ഇത് ഈ പടത്തിന്റെ ഇതിന്റെ കൂടെ പതുക്കെ കൊണ്ടുപോകുന്നതാണ് ആ പൊളിറ്റിക്സ്. അപ്പൊ അത് പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഫീലിങ്സ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് അവന്റെ ഒരു അഭിനയം കൂടി എടുത്തു പറയേണ്ടതാണ്. പ്രദീപ് അത്യാവശ്യം സ്ക്രിപ്റ്റ് സെലക്ഷൻ എനിക്ക് തോന്നുന്നു അടിപൊളിയാന്ന് തോന്നുന്നു. ഞാൻ ഈ സത്യം പറയാലോ, ഞാൻ ഈ പടം കാണാൻ പോകുമ്പോ ഇത് ഇവൻ കൊളാവും, എല്ലാ പടം ഹിറ്റാവണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഇങ്ങനെ ഈ പാട്ടൊക്കെ കേട്ടപ്പോഴേ പടം പൊളിയോ എന്നുള്ള രീതിയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാണ്. നമ്മൾ പോയിരിക്കുന്നത് എന്ത് പടം, ആദ്യത്തെ കുറച്ച് സീൻസ് ഒക്കെ കാണുമ്പോ നമുക്ക് കയ്യിന്ന് പോയി എന്ത് വട്ടം തീരെ പോരാ. പക്ഷെ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തു. ശരത് കുമാറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളി അതാ പറഞ്ഞ, പുള്ളി കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു പുള്ളിക്കൊരു സ്വാഗ് പരിപാടി ചെയ്തിട്ടുണ്ട്. ആ ഒരു മറ്റേ ഒരു ഫംഗ്ഷനിലുള്ള പരിപാടി അവഞ്ചസ് എന്നാ പറഞ്ഞ ഉന്നോட ഡാഡിയോட ഗ്യാങ് പാரு അവഞ്ചസ് മാറി இருக்காங்க. അതാണ് അടിപൊളിയായി. പുള്ളിക്ക് നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒന്ന് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു അടിപൊളി. സെക്കൻഡ് ഹാഫ് അവർ ഒന്നും കൂടി ഇതേപോലെ എൻഗേജിങ് ആയി എന്റർടൈൻമെന്റ് ആയി ക്ലൈമാക്സും കൂടി നന്നായി ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ പൂർണ്ണതയോടെ നല്ല ഫുള്ളായിട്ട് എന്റർടൈൻമെന്റ് പാക്കേജ് ആയേനെ. ഇത് ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഇതിനെങ്ങനെയെങ്കിലും തീർക്കണത് ഇതിപ്പോ എന്തെങ്കിലും എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളൊരു നമ്മൾ ഇടയ്ക്ക് വിചാരിച്ചേ ഒരു സാധനമൊക്കെ വന്നപ്പോ നമ്മൾ ഇത് പ്രാങ്ക് ആയിരിക്കും. അപ്പൊ നമുക്കൊരു സമാധാനം. പക്ഷെ ഇത് പോയി ആ പ്രാങ്ക് അല്ല. പിന്നെ മമിത ബൈജുവിന്റെ ക്യാരക്ടറിന് എന്ത് ഇതാണ് കൊടുത്തേക്കുന്നത്, എന്തൊക്കെയോ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് കഥ പറയാൻ പറ്റില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം സിനിമ. വൺ ടൈം വാച്ചബിൾ ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ സായി അഭയ് ശങ്കറിന്റെ മ്യൂസിക് ആണ് സിനിമ. ശരിക്കും പറഞ്ഞാൽ ആ മ്യൂസിക് കൊണ്ടാണ് സിനിമ ഇങ്ങനെ ഹപ്പായി നമുക്ക് ആ ഫുൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആയത്. പിന്നെ പ്രദീപിയുടെ അഭിനയവും ഉണ്ട്. പുള്ളിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. കോമഡിയൊക്കെ ട്രാക്കിംഗ് ഒക്കെ അടിപൊളിയായി പോയി. അതായത് ദിവാലിക്ക് പടക്കൊക്കെ പൊട്ടിച്ച് പിന്നെ അടിപൊളിയായിട്ട് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് എന്റർടൈൻഡ് ആയിട്ട് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് പോയിട്ട് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കാണാവുന്നതാണ്. 18+ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു എന്താ പറയാ റോംകോം പടം. അപ്പൊ കീർത്തി സുരേഷ് അല്ല ഡയറക്ട് ചെയ്ത്, കീർത്തീശ്വർ എന്ന് പറഞ്ഞ ഡയറക്ടർ റൈറ്റിനും ചെയ്ത ഡ്യൂഡ് എന്ന സിനിമ വൺ ടൈം വാച്ചാണ്. നിങ്ങൾ പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ താഴെ കാണുന്ന കമന്റിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ.